നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റി സോൾവിങ്ങും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആ എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പോർഷൻ പബ്ലിക് ഡെപ്റ്റ്. എന്താണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ? പൊതുകടം. എന്താണ് പൊതുകടം? ദ ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് ലോൺസ് ടു മെറ്റീരിയലൈസ് the developmental and welfare activities and to meet various administrative needs when the income is not sufficient to satisfy various needs. അതായത് ഈ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് നമ്മുടെ രാജ്യത്തുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തികയാതെ വരുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? പണം കടമെടുക്കും. അതിനെയാണ് നമ്മൾ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? The loans thus availed by the government are known as public debt. അങ്ങനെ നമുക്ക് ഗവൺമെൻറ്റിന് അവൈലബിൾ ആയിരിക്കുന്ന ആ ലോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ് ലോൺ എടുക്കും, അങ്ങനെ കിട്ടുന്ന എമൗണ്ടാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്, പൊതുകടം. ലോൺസ് ആർ ടേക്കൺ ഫ്രം വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. ഈ ഗവൺമെൻറ് ലോൺ എവിടെ നിന്നൊക്കെ എടുക്കും? രാജ്യത്തിൻ്റെ അകത്തു നിന്ന് എടുക്കും, പിന്നെ രാജ്യത്തിന് പുറത്തു നിന്നും എടുക്കും. ദീസ് ഡെപ്റ്റ്സ് ആർ നോൺ ആസ് ഡൊമസ്റ്റിക് ഡെപ്റ്റ്സ് ആൻഡ് ഫോറിൻ ഡെപ്റ്റ്സ് റെസ്പെക്റ്റീവ്ലി. ഇനി രാജ്യത്തിൻ്റെ അകത്തു നിന്നാണ്, വിത്തിൻ ദ കൺട്രി, രാജ്യത്തിൻ്റെ അകത്തു നിന്നാണ് ലോൺ എടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ഡൊമസ്റ്റിക് ഡെപ്റ്റ്, ആഭ്യന്തര കടം എന്ന് പറയും. ഇനി ഔട്ട്സൈഡ് ദ കൺട്രി, രാജ്യത്തിന് പുറത്തു നിന്നാണ് പണം കടമെടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഏത്? ഫോറിൻ ഡെപ്റ്റ്സ് അല്ലെങ്കിൽ വിദേശ കടം എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഡൊമസ്റ്റിക് ഡെപ്റ്റും ഫോറിൻ ഡെപ്റ്റും എന്താണെന്ന് മനസ്സിലായല്ലോ. ലോൺസ് ആർ ടേക്കൺ വിത്തിൻ ദ കൺട്രി ഈസ് നോൺ ആസ് ഡൊമസ്റ്റിക് ഡെപ്റ്റ് ആൻഡ് ലോൺസ് ആർ ടേക്കൺ ഔട്ട്സൈഡ് ദ കൺട്രി ആണെങ്കിൽ ഫോറിൻ ഡെപ്റ്റ്സ്. ഓക്കെ ആണല്ലോ. ഇനി ഇന്റേണൽ ഡെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡൊമസ്റ്റിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ദ ലോൺസ് അവൈൽഡ് ബൈ ദ ഗവൺമെൻറ് ഫ്രം ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസൈഡ് ദ കൺട്രി ആർ നോൺ ആസ് ഡൊമസ്റ്റിക് ഡെപ്റ്റ്. ഇന്റേണൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഡെപ്റ്റ് എന്താണ്? ദ ലോൺസ് അവൈൽഡ് ബൈ ദ ഗവൺമെൻറ്റിന് ലോൺ അവൈലബിൾ ആണ് എവിടെ നിന്നൊക്കെ? ഫ്രം ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസൈഡ് ദ കൺട്രി, രാജ്യത്തിൻ്റെ അകത്തുള്ള ജനങ്ങളിൽ നിന്ന്, ഇൻഡിവിജ്വൽസിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനങ്ങളിൽ നിന്നോ, രാജ്യത്തിൻ്റെ അകത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ ഗവൺമെൻറ്റിന് ലോൺ അവൈലബിൾ ആണെങ്കിൽ ആ ലോണിനെയാണ് നമ്മൾ ഇന്റേണൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്സ്റ്റേണൽ ഡെപ്റ്റ് അല്ലെങ്കിൽ എന്ത് പറയുന്നു? ഫോറിൻ ഡെപ്റ്റ്സ്. അപ്പോൾ ഫോറിൻ ഡെപ്റ്റ് ഇസ് ദ ലോൺ അവൈൽഡ് ഫ്രം അതർ കൺട്രീസ് ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്നോ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോറിൻ ഡെപ്റ്റ് എന്ന് പറയുന്നത്. വിദേശ കടം അല്ലേ? എവിടെ നിന്നൊക്കെ ആയിരിക്കും ലോൺ എടുക്കുന്നത്? വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട്, പിന്നെ IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അവിടെ നിന്നൊക്കെ ഇന്ത്യ ലോൺ എടുക്കാറുണ്ട്. The productive use of these loans helps in materializing welfare and developmental activities, thereby increasing revenue and reducing public debt. ഇങ്ങനെ എടുക്കുന്ന ഈ ലോൺ വളരെ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വെൽഫെയർ ആക്ടിവിറ്റീസിലും ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിലും വളരെ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അതുവഴി നമുക്ക് പബ്ലിക് ഡെപ്റ്റ് കുറയ്ക്കാനും കഴിയുന്നു. പബ്ലിക് ഡെപ്റ്റ് എന്ന് വെച്ചാൽ പൊതുകടം. അപ്പോൾ അതുവഴി നമുക്ക് കൂടുതൽ വരുമാനം വർദ്ധിക്കും. അപ്പം നമുക്ക് പൊതുകടം കുറയ്ക്കാൻ പറ്റും അല്ലേ? ഇനി ഇവിടെ ഒരു ഇലസ്ട്രേഷൻ ഉണ്ട്, നോക്കിയോ. പബ്ലിക് ഡെപ്റ്റ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇന്റേണൽ ഡെപ്റ്റും എക്സ്റ്റേണൽ ഡെപ്റ്റും അല്ലേ? ആഭ്യന്തര കടവും പിന്നെ വിദേശ കടവും. ഇനി ഇന്റേണൽ ഡെപ്റ്റ് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഇൻഡിവിജ്വൽസിൽ നിന്നും. വിത്തിൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഇൻഡിവിജ്വൽസിൽ നിന്നുമാണ് ഇന്റേണൽ ഡെപ്റ്റ് നമുക്ക് ലഭിക്കുന്നത്. എക്സ്റ്റേണൽ ഡെപ്റ്റ് ആണെങ്കിൽ കൺട്രീസിൽ നിന്നും പിന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്നും, മറ്റു രാജ്യങ്ങളിൽ നിന്നും പിന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്നും. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF. ഈ രണ്ട് സ്ഥാപനങ്ങളുടെ പിക്ചറാണ് നമുക്ക് ആ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി അടുത്തതാണ് ഫിസ്ക്കൽ പോളിസി. എന്താണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ? ധനനയം. എന്താണ്? ധനനയം. അതാണ് ഫിസ്ക്കൽ പോളിസി. നമ്മളെ ഗവൺമെൻറ് പുറത്തിറക്കുന്ന ഒരു നയമാണ് ധനനയം എന്ന് പറഞ്ഞാൽ. എന്താണ് നമുക്കിതിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് അത്? ഫിസ്ക്കൽ പോളിസി. അത് ആ ടേം അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി ഈസ് എ കോംപ്രിഹെൻസീവ് ഗവൺമെൻറ് പോളിസി concerning the public revenue, public expenditure and a public debt.
പബ്ലിക് റവന്യൂ പൊതുവരുമാനം, പബ്ലിക് എക്സ്പെൻഡിച്ചർ പൊതുച്ചിലവ്, പബ്ലിക് ഡെപ്റ്റ് പൊതുകട എന്നിവയെക്കുറിച്ച് ഗവൺമെൻറ് പുറത്തിറക്കുന്ന ഒരു പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ. ഒരു നയം അല്ലേ, ഗവൺമെൻറ് പുറത്തിറക്കുന്ന ഒരു നയമാണ്. എന്തിനെയൊക്കെ കുറിച്ചാണ് ഗവൺമെൻറ് ഈ ഒരു നയം പുറത്തിറക്കുന്നത്? പബ്ലിക് റവന്യൂവിനെ കുറിച്ച്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ് അതിനെയൊക്കെ കൺസിഡർ ചെയ്ത് ഗവൺമെൻറ് പുറത്തെടുക്കുന്ന ഒരു പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ദിസ് പോളിസി പ്രിപ്പയർഡ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ ബഡ്ജറ്റ്. ഈ പോളിസി, അതായത് ഫിസ്ക്കൽ പോളിസി പ്രിപ്പയർ ചെയ്യുന്നത്, തയ്യാറാക്കുന്നത് ആരാണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ധനകാര്യ മന്ത്രാലയമാണ്. ഫിസ്ക്കൽ പോളിസി പ്രിപ്പയർ ചെയ്യുന്നത് ധനകാര്യ മന്ത്രാലയമാണ്. ആൻഡ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ ബഡ്ജറ്റ്. ഇങ്ങനെ ധനകാര്യ മന്ത്രാലയം പ്രിപ്പയർ ചെയ്യുന്ന ഫിസ്ക്കൽ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ബഡ്ജറ്റ് വഴിയാണ്. ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ബഡ്ജറ്റ് വഴി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. It is also a policy that gives guidelines to the government to improve the current financial situation and attain financial stability. അപ്പോൾ ഈ ഒരു പോളിസി നമ്മുടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നതിലൂടെ എന്താണ് നടക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ കറണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണോ അത് മനസ്സിലാക്കി കൂടുതൽ ആ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിന്ന് കൂടുതൽ ഇമ്പ്രൂവ് ആവാനും പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുവാനും, അല്ലേ, ഗവൺമെൻറ്റിന് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനും ഇപ്പോൾ ഉള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണോ അതിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെടാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഒരു ഫിസ്ക്കൽ പോളിസി നമ്മുടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കുന്നത് കേട്ടോ, ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫിസ്ക്കൽ പോളിസി ഏതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് പുറത്തിറക്കുന്നത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് റവന്യൂ ആൻഡ് പബ്ലിക് ഡെപ്റ്റ്. ഇതാരാ പുറത്തിറക്കുന്നത്? ഫിസ്ക്കൽ പോളിസി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് പുറത്തിറക്കുന്നത്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ത്രൂ ദ ബഡ്ജറ്റ്. ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ ബഡ്ജറ്റിലൂടെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസിയുടെ ലക്ഷ്യങ്ങൾ ഒരു 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആക്സിലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു അല്ലെങ്കിൽ വേഗത്തിലാക്കുന്നു. ആക്സിലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് സൃഷ്ടിക്കുന്നു, അല്ലേ, പുതുതായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് സൃഷ്ടിക്കുന്നു. റെഗുലേറ്റ് അഡീഷണൽ എക്സ്പെൻഡിച്ചറിനെയൊക്കെ നിയന്ത്രിക്കുന്നു, അല്ലേ, അഡീഷണലായിട്ട് എന്തെങ്കിലും എക്സ്പെൻഡിച്ചേഴ്സൊക്കെ വന്നാൽ അതിനെ നിയന്ത്രിക്കുന്നു. എലിമിനേറ്റ് ദ ഇനിക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ വിതരണം ചെയ്യുന്നതിലുള്ള ഇനിക്വാളിറ്റി, അസമത്വത്തെ എലിമിനേറ്റ് ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു. എലിമിനേറ്റ് ദ ഇനിക്വാളിറ്റി, അസമത്വം ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലുള്ള ഇനിക്വാളിറ്റി എലിമിനേറ്റ് ചെയ്യുന്നു. ഇതാണ് ഫിസ്ക്കൽ പോളിസിയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഓർഗനൈസേഷൻസ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റേറ്റ്സ് and the nation help to materialize developmental and welfare activities and attain the goal of sustainable development by preparing and working on budget. അതായത് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസൃതമായി പ്രവർത്തിക്കുന്നതിലൂടെ ഓർഗനൈസേഷൻസിലും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും രാജ്യത്തിനും സംസ്ഥാനങ്ങളും ഒക്കെ വെൽഫെയർ ആക്ടിവിറ്റീസും പിന്നെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യാൻ, അല്ലേ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ സുസ്ഥിരമായ ഒരു വികസനം സാധ്യമാക്കാൻ ഈ ബഡ്ജറ്റ് ഇങ്ങനെ തയ്യാറാക്കി പ്രവർത്തിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഗനൈസേഷനും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സ്റ്റേറ്റ്സിനും രാജ്യത്തിനും ഒക്കെ വെൽഫെയർ ആക്ടിവിറ്റീസും ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്ത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സുസ്ഥിരമായ വികസനം എന്ന ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് അതിലൂടെ വർക്ക് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു എന്നാണ് ഇവിടെ ഈ ലാസ്റ്റ് ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The GST rates that we pay on the receipt of goods and services are given below. Find out the services and goods on which each tax is levied and complete the table given below. ഈ 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയുള്ള GST റേറ്റ് ആണല്ലോ ഉള്ളത്. GST റേറ്റ്സ് ആണുള്ളത്. ഈ GST റേറ്റ്സിൽ വരുന്ന ഗുഡ്സും സർവീസസും ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 0% ടാക്സ് റേറ്റ് ഉള്ള ഗുഡ്സ് ഏതാണ്, അതിൽ വരുന്ന സർവീസ് ഏതാണ്, 5% വരുന്ന ഏതാണ്, അങ്ങനെ നമ്മൾ ഈ ഒരു ടേബിൾ ഒന്ന് പൂർത്തിയാക്കണം. അത് നമുക്ക് ചെയ്യാം കേട്ടോ. എവിടെ നിൽക്കുള്ളൂ? ടാക്സ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 0% ടാക്സ് റേറ്റുള്ള ഗുഡ്സ് സാധനങ്ങൾ ഏതൊക്കെയാണ്? മിൽക്ക്, എഗ്ഗ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബ്രെഡ്,
ഇതൊക്കെ നമുക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്, നിത്യോപയോഗ സാധനങ്ങളാണ് അല്ലേ. ഇനി സർവീസസിൽ ഏതൊക്കെയാണ് വരുന്നത്? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഹെൽത്ത് ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട്, പൊതുഗതാഗതം, ഹെൽത്ത്, ആരോഗ്യം, ഇതൊക്കെയാണ് സർവീസസിൽ വരുന്നത്. ഇതൊക്കെ 0% GST, അതായത് GST ഇല്ലാത്ത സർവീസും GST ഇല്ലാത്ത ഗുഡ്സും ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിക്കോ. 5% GST ഉള്ള ഗുഡ്സ് ഏതൊക്കെയാണ്? ഷുഗർ, ടീ പൗഡർ, കോഫി പൗഡർ, കുക്കിംഗ് ഓയിൽ, സ്പൈസസ്, ഇതൊക്കെയാണ് കേട്ടോ. പഞ്ചസാര, തേയില, കാപ്പിപ്പൊടി, പിന്നെ കുക്കിംഗ് ഓയിൽ, നമ്മൾ ഭക്ഷ്യ എണ്ണ അല്ലേ, കുക്കിംഗ് ഓയിൽ, സ്പൈസസ്, സുഗന്ധദ്രവ്യങ്ങൾ, ഇതൊക്കെ 5% 5% GST ഉള്ള ഗുഡ്സാണ്. 5% GST ഉള്ള സർവീസസ് റെയിൽവേസ്, എയർ ട്രാവൽ, റെസ്റ്റോറൻറ്റിലൊക്കെ 5% GST ആണ്. അതുപോലെ എയർ ട്രാവൽ, നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യില്ലേ, അത് 5% GST ആണ്. പിന്നെ റെയിൽവേയിൽ യാത്ര ചെയ്യില്ലേ, അതിനൊക്കെ 5% GST ആണ്. ഇനി 12% GST ഉള്ളത് ഏതിനൊക്കെയാണ്? ബട്ടർ, ചീസ്, ഗീ അല്ലേ, അങ്ങനെയുള്ള ഐറ്റംസിനാണ് 12% GST ഉള്ള ഗുഡ്സ് അതിൽ വരുന്നത്. ഇനി സർവീസസ് ആണെങ്കിലോ, നോൺ AC ഹോട്ടൽ, AC ഇല്ലാത്ത ഹോട്ടലിന് 12% GST ഉണ്ട്. പിന്നെ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ്, ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിനൊക്കെ എത്രയാണ്? 12% GST ആണ് ഈടാക്കുന്നത്. ഇനി 18% GST ഉള്ളത് ഏതിനൊക്കെയാണ്? ബിസ്ക്കറ്റ്, കേക്ക്, പേസ്ട്രീസ്, അതിനൊക്കെ 18% കേട്ടോ GST, ബിസ്ക്കറ്റിനും കേക്കിനും പേസ്ട്രീസിനും ഒക്കെ. ഇനി സർവീസൊക്കെ ഏതൊക്കെയാണ്? AC ഹോട്ടൽ, AC ഉള്ള ഹോട്ടലിന് 18% GST ആണ്. IT സർവീസസിന് 18% GST ആണ്. പിന്നെ ടെലികോം സർവീസസിനൊക്കെ 18% GST ആണ് ഏർപ്പെടുത്തുന്നത്. ഇനി ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടാക്സ് റേറ്റ് 28% ഇപ്പോൾ 35% ആക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ടെക്സ്റ്റിൽ 28% GST ഉള്ള ഏതൊക്കെ ഗുഡ്സാണ്? ചോക്ലേറ്റും കോസ്മെറ്റിക്സും. കോസ്മെറ്റിക്സ് എന്ന് വെച്ചാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അതിനൊക്കെ 28% GST കേട്ടോ. ഇനി സർവീസസിൽ ഏതാ പറഞ്ഞത്? 5 സ്റ്റാർ ഹോട്ടൽസ്, 5 നക്ഷത്ര ഹോട്ടലുകൾ. പിന്നെ സിനിമയ്ക്കൊക്കെ 28% GST ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഓരോ GST റേറ്റ് വരുന്ന ഗുഡ്സും സർവീസസും. ഓക്കെ, അപ്പോൾ അതേതൊക്കെയാണ്? കുറച്ചധികം ഉണ്ട്. പ്രോപ്പർട്ടി ടാക്സ്, വെഹിക്കിൾ ടാക്സ്, പ്രൊഫഷൻ ടാക്സ്, വാട്ടർ ടാക്സ്, അനിമൽ ടാക്സ്, ബോട്ട് ടാക്സ്, അഡ്വർടൈസ്മെൻറ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ ന്യൂസൊക്കെ കൊടുക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ ന്യൂസല്ല, എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ടാക്സ്. ദെൻ സെയിൽസ് ടാക്സ്, പിന്നെ ലൈസൻസിങ് ഫീസ്, എന്തിനെങ്കിലും ലൈസൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫീസ്, ഇതൊക്കെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ചുമത്തുന്ന നികുതികളാണ്, ടാക്സസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി ഇതിൻ്റെ നോട്ട്സ് എഴുതാം കേട്ടോ.